ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദിസ് ലവ് ഡസൻറ്റ് ഹാവ് ലോങ് ബീച്ച് എന്ന സീരീസിൻ്റെ സെക്കൻഡ് എപ്പിസോഡിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അതിനു മുൻപേ തന്നെ ഭയങ്കര സങ്കടമുള്ളൊരു കാര്യം ഞാൻ പറയാൻ പോവാണ്. അതായത് ഞാൻ പോസ്റ്റൊക്കെ ഇട്ടായിരുന്നു, അതായത് ഞാൻ വീണ്ടും ചാനലിൽ വീഡിയോ ഇടാൻ പോവുകയാണ്, വീണ്ടും ഞാൻ പഴയതുപോലെ തിരിച്ചു വരാൻ പോവുകയാണെന്നൊക്കെ. പക്ഷേ എനിക്കിത് മുട്ടും പണി കിട്ടി. എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ഫോൺ താഴെ വന്ന് വീണു. അങ്ങനെ ഫോണ് താഴെ വന്ന് വീണിട്ട് അതിൻ്റെ ഓഡിയോ ഇപ്പോൾ വർക്കാവുന്നില്ല. അതായത് എനിക്ക് ഫോണിൻ്റെ അകത്ത് ഓഡിയോ കേൾക്കാം, പക്ഷേ ഞാൻ എന്തെങ്കിലും റെക്കോർഡ് ചെയ്യുവാണെങ്കിൽ അതിപ്പോൾ വാട്സപ്പിലായാലും ഇൻസ്റ്റയിലായാലും മെസ്സേജ് അയക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ചെയ്യുമ്പോഴോ ഞാൻ സംസാരിക്കുന്നതൊന്നും തന്നെ ഫോണിൽ റെക്കോർഡാവുന്നില്ല. കറക്റ്റ് എൻ്റെ ഓഡിയോ തന്നെ അടിച്ചു പോയി. അതും ഞാൻ ആ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട് പിറ്റേ ദിവസമാണ് അടിച്ചു പോയത്. എനിക്കാണെങ്കിൽ നല്ല സങ്കടവും ദേഷ്യമൊക്കെ വന്നു. കാരണം ചാനൽ വീണ്ടും കണ്ടിന്യൂ ചെയ്തതെന്ന് വിചാരിക്കുമ്പോൾ ആ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് ഓഡിയോ വർക്കാവുന്നില്ല. എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു ഗൈസ്. അങ്ങനെ ഞാനിപ്പോൾ എൻ്റെ അച്ഛൻ്റെ ഫോൺ വാങ്ങിച്ചിട്ടാണ് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങുന്നത്. പിന്നെ നമ്മുടെ കുടുംബക്കാർക്ക് നമുക്ക് BL ചാനലുള്ള കാര്യമാണ്, നമ്മൾ BLൻ്റെ ആൾക്കാരാണ് എന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ അച്ഛൻ അറിയാതെയാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. സോ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഡെയിലി വീഡിയോ ഇടാൻ പറ്റിയെന്ന് വരത്തില്ല. പറയുന്നതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട്. എനിക്ക് എക്സാം ഒക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയി നടക്കുവാണ്. എന്നാലും പഴയതുപോലെ ആക്റ്റീവ് ആവണമെന്ന് കരുതിയിട്ടാണ് ഞാൻ വീണ്ടും ഈ ഒരു ചാനലും കൊണ്ട് ഇറങ്ങിയത്. അപ്പോഴത്തേക്കാണ് ഇങ്ങനൊരു വലിയൊരു പണി കിട്ടിയത്. എന്നാലും ഞാൻ കണ്ടിന്യൂ ചെയ്യും, കാരണം എനിക്ക് നിർത്തണമെന്ന് തീരെ ആഗ്രഹമില്ല. സോ ഡെയിലി വീഡിയോസ് വന്നെന്ന് വരില്ല, എന്നാലും ഞാൻ നല്ലപോലെ ശ്രമിക്കാം. കാരണം എങ്ങനെയും ഫോൺ കയ്യിൽ വരണമല്ലോ. ഞാൻ എത്ര ശ്രമിച്ചിട്ടും എൻ്റെ ഫോൺ ശരിയാക്കാൻ പറ്റുന്നില്ല. കുറേ ട്രൈ ചെയ്തു, കടയിൽ കൊടുക്കാമെന്ന് വെച്ച് വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതിപ്പോൾ കിട്ടും. കാരണം ഇപ്പോൾ ഒന്ന് ഫോൺ ശരിയാക്കിയതേ ഉള്ളൂ. എനിക്ക് വീണ്ടും വഴക്ക് കേൾക്കാൻ വയ്യ. അതുകൊണ്ട് ഞാൻ പപ്പയുടെ ഫോണിലായിരിക്കും റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും കുറച്ചൊക്കെ ആയിട്ട് ഏതെങ്കിലും വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. അതിനൊക്കെ ഞാൻ ഇപ്പോഴേ ചേർത്ത് സോറി പറയുകയാണ്. സോ നമുക്ക് ഉടനെ തന്നെ സെക്കൻഡ് പാർട്ടിലേക്ക് കടക്കാം. സെക്കൻഡ് പാർട്ടിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ വാനാണെങ്കിൽ അവൻ്റെ ബാഗെല്ലാം പാക്ക് ചെയ്യുന്നതാണ്. കാരണം ഇപ്പോൾ അവനൊരു ഫൈനലിസ്റ്റ് ആയല്ലോ. ഈ ഫൈനലിസ്റ്റ് വന്ന 4 പേരും അവർ ഒരു മാസത്തേക്ക്, അതായത് ഈ ഒരു മത്സരം തീരുന്നത് വരെ ആ ഒരു നമ്മുടെ ഷെഫ് ഓബിൻ്റെ റെസ്റ്റോറൻറ്റിൽ, അതായത് ഷെഫിൻ്റെ കൂടെ താമസിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ അവൻ്റെ ബാഗെല്ലാം പാക്ക് ചെയ്യുകയാണ്. ജെ അവിടെ നിന്ന് ഇതെല്ലാം കാണുന്നുണ്ട്. അങ്ങനെ ജെ ആണെങ്കിൽ നോക്കിയപ്പോൾ വാന് നല്ല കിടു സ്റ്റൈലൻ ഡ്രസ്സസ് ഇങ്ങനെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ നേരത്തെ ഫസ്റ്റേ കണ്ടതാണ് നമ്മുടെ പയ്യൻ ഒരു മോഡലിംഗ് ജോലിക്ക് ഒക്കെ പോകുന്നതാണെന്ന്. അങ്ങനെ അവരിങ്ങനെ സ്റ്റൈലിങ് ഡ്രസ്സൊക്കെ എടുത്തു വെക്കുന്ന കണ്ടിട്ട് ഉടനെ തന്നെ ജെ നീ എന്തുവാടായി കാണിക്കുന്നത്? നീ എന്നെ വല്ല ഫാഷൻ പരേഡിനും പോവുകയാണോ? ഷെഫാകാൻ വേണ്ടി പോകുവാടാ, നീ അതനുസരിച്ച് ഡ്രസ്സ് എടുത്ത് വെക്കാനായിട്ട് പറയുന്നുണ്ട്. വാൻ ഇതൊന്നും മൈൻഡേ ചെയ്യുന്നില്ല. അവൻ ഭയങ്കരമായിട്ട് നല്ല സ്റ്റൈലും ഡ്രസ്സസ് ഇങ്ങനെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം ചേച്ചി, അല്ല ഈ ഷെഫിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്താ ഉദ്ദേശം? നീ വീണ്ടും മോഡലിംഗ് കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണോ? നിനക്ക് വലിയൊരു ജോലി വേണ്ടേ? ഇങ്ങനെ മോഡലിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കി നടന്നാൽ നിനക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന പോലെ എപ്പോഴും മോഡലിംഗ് ചെയ്യാനായിട്ട് ഓരോരോ ഓപ്പർച്യൂണിറ്റി വന്നെന്ന് വിചാരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നീ വേറെ ജോലി നോക്കണമെന്ന് പറയുന്നുണ്ട്. ആ സമയം വാൻ എന്തോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് നീ ജോലി നോക്കാൻ പറയുമ്പോൾ ഞാൻ ആലോചിക്കുന്നുണ്ട്, എന്നാൽ എൻ്റെ തലയിലൊന്നും വരുന്നില്ല എന്ന് പറയാണ്. നിനക്ക് വല്ല ആലോചിച്ചിട്ട് കിട്ടുവാണെങ്കിൽ എനിക്ക് പറഞ്ഞു തരാനായിട്ട് പറഞ്ഞിട്ട് വീണ്ടും വാനാണെങ്കിൽ അവൻ്റെ ബാഗ് പാക്ക് ചെയ്ത് തുടങ്ങുകയാണ്. ആ സമയം അവനാണെങ്കിൽ ശരി നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പിന്നീട് ആലോചിക്കാം. ഇപ്പം നീ ബാഗ് പാക്ക് ചെയ്യും. നിന്നെ ശരിക്കും ഒരു കൊച്ചിനെ നോക്കുമ്പോൾ നോക്കേണ്ട അവസ്ഥ, എന്തൊരു കഷ്ടമാണ് നീ എന്നിങ്ങനെ പറയാണ്. ആ സമയം വാനാണെങ്കിൽ നീയും ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു അച്ഛനെ പോലെ പെരുമാറുന്നതെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്ന അടുത്ത ദിവസം നമ്മുടെ 4 ഫൈനലിസ്റ്റും അവിടെ നമ്മുടെ ഓബിൻ്റെ റെസ്റ്റോറൻറ്റ് എത്തുന്നതാണ്. ആ സമയം സിബ് വന്നിട്ട് ആ റെസ്റ്റോറൻറ്റ് അകമൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ മറ്റൊരു കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള ഓട്ടോ എന്ന് പറയുന്ന പയ്യനാണെങ്കിൽ എന്തുവാടാ കാണിക്കുന്നത്? ഡിലീറ്റ് ചെയ്ത് കളയടാ, ഇതിൻ്റെ അകം ഫോട്ടോ എടുക്കാൻ പാടില്ല, നിനക്കറിയത്തില്ലേ നോക്കിയാണ്. ആ സമയം സിബുണ്ട് സോറി പറഞ്ഞിട്ട് ഓക്കെ ഞാനിപ്പോൾ ഡിലീറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ആ സമയം അങ്ങോട്ടേക്ക് വാനും വരുന്നുണ്ട്. ഇതേ സമയം ക്ലൂവ അങ്ങോട്ടേക്ക് വന്നിട്ട് ഹലോ വെൽക്കം, എല്ലാവർക്കും റെസ്റ്റോറൻറ്റിലേക്ക് സ്വാഗതം എന്ന് പറയുന്നുണ്ട്. ആക്ച്വലി നമ്മുടെ ക്ലൂവ ആണെങ്കിൽ നമ്മുടെ ഓബിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഷെഫാണല്ലോ. ആ പയ്യനും കൂടെ ആണല്ലോ നമ്മുടെ ഫൈനലിസ്റ്റായിട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ ക്ലൂവ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഓട്ടയാണെങ്കിൽ നീ ഇങ്ങനെ നമ്മളെ സ്വാഗതം ചെയ്യുന്ന കണ്ടാൽ തോന്നും നീ റെസ്റ്റോറൻറ്റിൻ്റെ ഓണറാണെന്ന്, മര്യാദയ്ക്ക് ഇരിക്കാനായിട്ട് പറയുന്നുണ്ട്. കണ്ടിട്ട് ഇവർക്കാർക്കും ഇവൻ ഓബിൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിരുന്ന പയ്യനാണെന്ന് അറിയത്തില്ല എന്നാണ് തോന്നുന്നത്. ആ സമയം അങ്ങോട്ടേക്ക് ഓബ് വന്നിട്ട് എല്ലാവർക്കും വെൽക്കം. ഞാൻ ഒരിക്കൽ കൂടെ റൂൾസ് എല്ലാവരുടെ അടുത്തും പറയാം. നിങ്ങൾക്ക് ഇപ്പോഴേ ബാക്ക് ഔട്ട് ആകണമെങ്കിൽ ഈ മത്സരത്തിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ളതാണ്. ഇതൊരു കുട്ടിക്കളിയല്ല, ഇത് ശരിക്കും വർക്കാണ്. നിങ്ങൾക്കുള്ള വർക്കുകൾ ശരിക്കും തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. നിങ്ങൾ ഷെഫിൻ്റെ സകല വർക്കും എല്ലാം മുക്കും മൂലയും ചേർത്ത് എല്ലാം കറക്റ്റായിട്ട് പഠിക്കാനായിട്ട് പോകുവാണ്. നിങ്ങൾ നല്ലപോലെ വർക്ക് ചെയ്യേണ്ടി വരും. നിങ്ങൾ ചെയ്യുന്ന ഓരോ വർക്കിനും കറക്റ്റ് ആകുന്ന അനുസരിച്ച് നിങ്ങൾക്ക് പോയിൻ്റ് വീണുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ ഓരോ ആഴ്ചയും ഓരോ കണ്ടസ്റ്റൻ്റ് വീതം എലിമിനേറ്റ് ആകുകയും ചെയ്യും. അവസാനം നിൽക്കുന്ന ആളായിരിക്കും
ജയിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ക്ലൂവ, നീ എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളതല്ലേ, നീ ഇവർക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ 10 മിനിറ്റ് ടൈം തരാം, ഉടനെ തന്നെ റൂമിൽ പോയിട്ട് നിങ്ങളുടെ ബാഗും ലഗേജൊക്കെ വെച്ചിട്ട് എന്നെ ഒന്ന് മീറ്റ് ചെയ്യാനായിട്ട് പറയാണ്. അങ്ങനെ അവരെല്ലാവരും ഓക്കെ ഷെഫ് എന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ അവിടെ നിന്ന് ചെല്ലുന്നുണ്ട്. അങ്ങനെ ഇവരിങ്ങനെ റൂമിലേക്ക് പോകുന്ന സമയത്ത് ക്ലൂവ ആണെങ്കിൽ സെക്കൻഡ് ഫ്ലോറിൽ 2 എംപ്ലോയേഴ്സ് റൂമാണുള്ളത്, അതുകൊണ്ട് നമ്മൾ റൂം ഷെയർ ചെയ്യേണ്ടി വരും, പിന്നെ ഒരൊറ്റ ബാത്റൂമേ ആ റൂമിൻ്റെ അകത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. ആ സമയം സിബ് കേട്ടിട്ട് ഒരു ബാത്റൂമോ, അതിൻ്റെ അർത്ഥം ഞാൻ ബാത്റൂം ഷെയർ ചെയ്യണോ, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ക്ലൂവ ആണെങ്കിൽ സിമ്പിൾ കാര്യമാണ്, അതങ്ങനെ മൈൻഡൊന്നും ചെയ്യേണ്ട, ബാത്റൂം ഷെയർ ചെയ്യുന്നില്ലേ അതൊക്കെ ഈസി ആയിട്ട് കടന്നു പോകുമെന്ന് പറഞ്ഞിട്ട് സിബിനും ഓട്ടോയ്ക്കും ഒരു റൂമാണെന്ന് പറഞ്ഞിട്ട് ആ റൂം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ തനിക്കും വാനിനും ഒരു റൂമാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് സമയം കളയണ്ട, ഉടനെ തന്നെ റൂമിലേക്ക് പോകാമെന്ന് പറയാണ്. ആ സമയം സിബാണെങ്കിൽ ഓട്ടോയുടെ അടുത്ത് വാ നമുക്ക് റൂമിലോട്ട് പോകാം, പിന്നെ നീ നിൻ്റെ ലഗേജ് ഒന്ന് വലിച്ചു വാരി ഇടരുത്, എല്ലാം അടുക്കി വെക്കണമെന്ന് പറയാണ്. അതിനുശേഷം എല്ലാവരും അവരുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ വാനും പിന്നെ ക്ലൂവയും കൂടെ ആയിട്ട് റൂമിലേക്ക് വരികയാണ്. വാൻ വന്നോണ്ടേ തന്നെ അവൻ്റെ ഡ്രസ്സെല്ലാം ഇങ്ങനെ പറക്കി വയ്ക്കുന്ന ടൈമിന് ക്ലൂവയ്ക്ക് മുമ്പ് വാനിനെ ഏതൊക്കെയോ പരസ്യത്തിൽ അഭിനയിച്ച് കണ്ട് പരിചയമുള്ളതുകൊണ്ട് തന്നെ വാനിൻ്റെ അടുത്ത് നിന്നിട്ട് നിങ്ങളെല്ലാം നടനുമാണോ, നിങ്ങളെങ്ങനെ അതിന് മുമ്പേ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറയാണ്. ആ സമയം വാനാണെങ്കിൽ വലിയ മൈൻഡാക്കുന്നില്ല. ഈ സമയം ക്ലൂവയാണെങ്കിൽ ഞാൻ ഈ പരസ്യങ്ങളൊക്കെ കാണാറുണ്ട്, നിങ്ങളൊരു സുന്ദരനാ, നിങ്ങളുടെ അഭിനയം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പിന്നെ തന്നെ പോലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരാളടുത്ത് നിൽക്കുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടെന്ന് പറയാണ്. ഇത് കേട്ടതും നിങ്ങളുടെ വാൻ പൊങ്ങി അങ്ങ് പോവാണ്. അങ്ങനെ അവനാണെങ്കിൽ ചെറിയ ചിരിയൊക്കെ വന്നിട്ട് ഭയങ്കര ജാടയിട്ട് അവ ആറ്റിറ്റ്യൂഡും കൊണ്ടങ്ങ് ഇറങ്ങുക. എന്നിട്ട് അവനാണെങ്കിൽ അയ്യോ ഞാൻ അത്ര ഫേമസ് ഒന്നും അല്ല, നീ എന്നെ എന്തെങ്കിലും പുകഴ്ത്തല്ലേ എന്നൊക്കെ പറയുകയാണ്. പെട്ടെന്ന് അവൻ്റെ ക്യാരക്ടറിൽ നിന്ന് പുറത്ത് വന്നല്ലോ, ഇവിടെ വന്നത് ഇങ്ങനെ കൂട്ടാവാനല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അതൊക്കെ വിട്ടിട്ട് മൈൻഡില്ലാത്ത പോലെ വീണ്ടും നിൽക്കുകയാണ്. ആ സമയം ക്ലൂവയാണെങ്കിൽ നീ വിഷമിക്കുകയൊന്നും വേണ്ട, ഷെഫ് ഓബിനെ കണ്ടു കഴിഞ്ഞാൽ ദേഷ്യക്കാരനാണെന്നൊക്കെ തോന്നും, ചില സമയം ദേഷ്യപ്പെടുകയും ചെയ്യും, പക്ഷേ നിനക്ക് മനസ്സിലാവും ഓബ് ശരിക്കും പാവമാണ്, ഷെഫിനെ നീ ദേഷ്യപ്പെടുപ്പിക്കാതിരുന്നാൽ മാത്രം മതി എന്ന് പറയുന്നുണ്ട്. ആ സമയം കറക്റ്റ് ഓബാണെങ്കിൽ താഴെ നിന്നുകൊണ്ട് ഇനി 1 മിനിറ്റും കൂടെ ബാക്കിയുള്ളൂ, എല്ലാവരും പെട്ടെന്ന് താഴെ വന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് ഉടനെ തന്നെ വാൻ ഇയാളെന്നെ ഇങ്ങനെ നടന്ന് വിളിക്കുന്നതെന്ന് പറയാണ്. അങ്ങനെ ക്ലൂവയാണെങ്കിൽ വാനിനെ വിളിച്ച് താഴേക്ക് പോവാണ്. അതിനുശേഷം കാണിക്കുന്നത് ഷെഫാണെങ്കിൽ ഇവരെല്ലാവരുടെ അടുത്തും പറഞ്ഞതനുസരിച്ച് ഇവർ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ആ സമയം ചിലർ കത്തിക്ക് മൂർച്ച കൂട്ടുന്നതേ ഉള്ളൂ, ഒരാൾ കത്തി മൂർച്ചയില്ലാത്ത കത്തി ഉപയോഗിച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് തുടങ്ങുകയാണ്. അതിനെല്ലാത്തിനും ഷെഫിൻ്റെ കയ്യിൽ നിന്ന് വഴക്ക് കിട്ടുന്നുണ്ട്. ക്ലൂവയെ നോക്കുമ്പോൾ ക്ലൂവ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ലാസ്റ്റ് വാനിനെ നോക്കിയപ്പോൾ വാൻ കുനിങ്ങി നിന്നുകൊണ്ട് ക്യാരറ്റ് ഭയങ്കര സ്ലോ ആയിട്ട് അരിയാണ്. ആ സമയം ഷെഫ് നീ എന്താ ചെയ്തതെന്ന് വെച്ചപ്പോൾ ഫുഡ് ഉണ്ടാക്കാനായിട്ട് ക്യാരറ്റ് അരിയാന്ന് പറയുന്നുണ്ട്. ആ സമയം ഷെഫ് നീ ഇങ്ങനെയാണോ നിന്ന് അരിയുന്നത്, സ്പീഡിനരി, പിന്നെ ഈ രീതിയിലല്ല നിൽക്കേണ്ടത്, കറക്റ്റായിട്ട് നിൽക്കാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം വാന് വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്ന ഈ സമയത്ത് ഏത് പോസ്റ്ററിലാണ് നിൽക്കേണ്ടതെന്ന് അറിയണത്തോണ്ട് തന്നെ ഇങ്ങനെ അന്തം വെട്ടിക്കാണ്. ആ സമയം ഓബ് അവൻ്റെ അടുത്തേക്ക് ക്ലോസ് ചെന്നിട്ടും അവൻ്റെ ഹിപ്പിലൊക്കെ കൈ വെച്ച ശേഷം നേരെ സ്ട്രെയിറ്റ് ആയിട്ട് വേണം നിൽക്കുക, ഇല്ലെങ്കിൽ നിൻ്റെ കുറുക്ക് നല്ലപോലെ വേദനിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് കാലിൽ കുറച്ച് അകത്തി വയ്ക്കാനൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ക്ലോസ് ആയി നിന്നിട്ട് അവൻ്റെ അടുത്ത് വെജിറ്റബിൾസ് കട്ട് ചെയ്യാനൊക്കെ പറയാനാണ്. ആ സമയം അവൻ മാറാനായിട്ട് പറയുന്നുണ്ട്, എന്നാൽ ഷെഫ് ഭയങ്കര ക്ലോസ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. അങ്ങനെ ഇത്രയും ക്ലോസ് ആയി നിന്നപ്പോൾ പെട്ടെന്ന് വാനിന് നമ്മുടെ ഓബിൻ്റെ അടുത്തുനിന്ന് ബേസിൽ ആ ഒരു ചെടിയുടെ ഒരു സ്മെല്ല് വരുവാണ്. എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഈ ബേസിൽ എന്നിറങ്ങിയാൽ നമ്മുടെ തുളസിയില ആ സംഭവം എന്തോ ആണ്. അപ്പോൾ അതിൻ്റെ എന്തോ സ്മെല്ല് വരാണ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഓബെന്ന് പറയുമ്പോൾ അവൻ്റെ റെസ്റ്റോറൻറ്റ് ഫേമസ് ആയിട്ടുള്ളത് ഈ ബേസിൽ വെച്ചിട്ടുള്ള ഡിഷസിനാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഓബിൻ്റെ ബോഡിയിൽ ആ ഒരു ബേസിലിൻ്റെ ആ ഒരു സ്മെല്ല് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ വാനാണെങ്കിൽ ബേസിൽ ഡിഷസിൻ്റെ കട്ട ഫാനുമാണ്. അങ്ങനെ ഇതിൻ്റെ സ്മെല്ല് വന്നിട്ട് അവനാണെങ്കിൽ കണ്ണൊക്കെ അടച്ച് ഇങ്ങനെ ക്യാരറ്റൊക്കെ അരിയുന്നതിനെക്കുറിച്ച് ആലോചിക്കുക പോലും ചെയ്യാതെ അവൻ വെജിറ്റബിൾസ് എങ്ങനെയോ അരിയുന്നു. അതേസമയം അവൻ്റെ കണ്ണ് മൊത്തം ഷെഫിലാണ്. അവനെ തന്നെ കണ്ണടച്ച് ഷെഫിൻ്റെ അടുത്തേക്ക് ക്ലോസ് ആയി ചെന്നപ്പോൾ ഷെഫ് അവനെ തള്ളി മാറ്റിയിട്ട് എന്താണ് കാണിക്കുന്നത്, നീ ഈ പോക്കാണ് പോകുന്നതെങ്കിൽ നിന്നെ അടുത്ത കാലത്തൊന്നും കുക്ക് ചെയ്യാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ഓബ് അവിടെ നടന്നു പോവാണ്. ഓബ് അങ്ങനെ ബാക്കിയുള്ളവർ ചെക്ക് ചെയ്യാനായിട്ട് പോയതും വാനാണെങ്കിൽ ഓബിനെ തന്നെ നോക്കിയിട്ട് എനിക്ക് ഷെഫിനെ കഴിക്കാൻ തോന്നുന്നു, അല്ലല്ല എനിക്ക് ആ ബേസിൽ സ്റ്റിർ ഫ്രൈ കഴിക്കാൻ തോന്നുന്നു എന്നിങ്ങനെ പറയാണ്. അതിനുശേഷം കാണിക്കുന്നത് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് റൂമിലേക്ക് വന്നിട്ട് അവനിങ്ങനെ ബെഡിൽ കിടക്കുന്നതാണ്. ആ സമയം ക്ലൂവ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഈ സമയം ഉടനെ വാനാണെങ്കിൽ എൻ്റെ പൊന്നെ ഫുഡിനുള്ള ഇൻഗ്രീഡിയൻസ് പ്രിപ്പയർ ചെയ്തപ്പോൾ തന്നെ ഞാനൊരു പരുവോ ഇതെന്താ ഇത്ര പാടെന്നിങ്ങനെ പറയാണ്. ആ സമയം ക്ലൂവയാണെങ്കിൽ അവൻ്റെ അടുത്തോട്ട് വന്നിട്ട് നീ ഇതിനു മുമ്പേ എവിടെയാ കുക്കിങ് പഠിക്കാൻ പോയത്, എവിടെയാണ് നീ ട്രെയിനിങ്ങിന് നിന്നേന്ന് ചോദിക്കുകയാണ്. ആ സമയം ഉടനെ വാനാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ ഒരിടത്തും ട്രെയിനിങ്ങിന് പോയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇവിടെ വരുന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയം ക്ലൂവ നീ എന്തുകൊണ്ട് ഈ റെസ്റ്റോറൻറ്റ് ചൂസ് ചെയ്തേ, ഓബിൻ്റെ കുക്കിംഗ് ഷോ എല്ലാം കണ്ടവരാരും തന്നെ
ഈ റെസ്റ്റോറൻറ്റിലേക്ക് വരാനായിട്ട് ധൈര്യം കാണിക്കത്തില്ല. കാരണം ഓബ് എത്രമാത്രം ദേഷ്യക്കാരനാണെന്ന് അതിൽ കൂടെ തന്നെ മനസ്സിലാവുന്നതാണ്. പിന്നെ നീ എന്തുകൊണ്ടാണ് ഇവിടെ വന്നേന്ന് ചോദിക്കുകയാണ്. ആ സമയം വാനാണെങ്കിൽ അത് പിന്നെ ഇവിടുത്തെ ഫുഡ് ഞാൻ കഴിച്ചിട്ടുണ്ട്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ വന്നതെന്ന് പറയാണ്. ഉടനെ ക്ലൂവ ആണെങ്കിൽ അവൻ്റെ അടുത്തേക്ക് വന്നിരുന്നിട്ട് അപ്പം നീ ഓബിൻ്റെ ഫാനാണല്ലേ എന്ന് പറയാണ്. ഇത് കേട്ടത് നമ്മുടെ വാനിന് നല്ല ദേഷ്യം വന്നിട്ട് ക്ലൂവയെ ഇങ്ങനെ തുറിച്ച് നോക്കുകയാണ്. ക്ലൂവയ്ക്ക് അത് പറഞ്ഞത് അവൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് മനസ്സിലായിട്ട് പതുക്കെ എഴുന്നേറ്റ് മാറിയിരിക്കുന്നുണ്ട്. ആ സമയം വാന് ക്ലൂവനെ ദേഷ്യത്തിൽ നോക്കിയിട്ട് അങ്ങ് കിടന്നങ്ങ് ഉറങ്ങുകയാണ്. ഇതേ സമയം ഓട്ടോയുടെ സിബിൻ്റെ റൂം കാണിക്കുമ്പോൾ സിബാണെങ്കിൽ അവിടെ റൂമിൽ നിന്ന് സെൽഫി എടുത്ത് മരിക്കുകയാണ്. ഈ സമയം ഓട്ടോ കുളിച്ചിട്ട് വരാണ്. ആ സമയം സിബ് നീ എൻ്റെ ഫോട്ടോ എടുക്കുന്നു ചോദിച്ചപ്പോൾ ഓട്ടോ ആണെങ്കിൽ ഒരു മൈൻഡും ഇല്ലാതെ അങ്ങ് പോവാണ്. ആ സമയം സിബ് ഓട്ടോയുടെ അടുത്തേക്ക് വന്നിട്ട് അല്ല നിൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി എന്താ പറഞ്ഞതാന്ന് പറയുന്നുണ്ട്. ആ സമയം ഓട്ടോ എനിക്ക് ഇൻസ്റ്റാഗ്രാം ഇല്ലയെന്ന് പറഞ്ഞിട്ട് അങ്ങ് നടന്നു പോവാണ്. ഇത് വിശ്വസിക്കാതെ ഓട്ടോ പറഞ്ഞതൊന്നും കേൾക്കാൻ നിൽക്കാതെ സിബ് ഇൻസ്റ്റാഗ്രാം എടുത്തിട്ട് നമ്മുടെ ഓട്ടോനെ സെർച്ച് ചെയ്ത് നോക്കുകയാണ്. ആ സമയം നമ്മുടെ ഓട്ടോയുടെ ഐ ഡി കിട്ടുന്നുണ്ട്. എന്നിട്ട് ഞാൻ കണ്ടുപിടിച്ചു, ഞാൻ റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ട്, എന്നെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് പറയാണ്. ആ സമയം ഓട്ടോ ആണെങ്കിൽ നമ്മൾ ഫ്രണ്ട്സ് ആവേണ്ട വല്ല ആവശ്യമുണ്ടെന്ന് ചോദിക്കുകയാണ്. ആ സമയം സിബ് പിന്നെ നമ്മൾ ഫ്രണ്ട്സ് ആണല്ലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഓട്ടോ ആണെങ്കിൽ ശരിയെന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്തിട്ട് അവർ അക്സെപ്റ്റ് ചെയ്യാണ്. ഈ സമയം സിബാണെങ്കിൽ ഓട്ടോയുടെ അവർ ഇൻസ്റ്റാഗ്രാം പോസ്റ്റെല്ലാം നോക്കിയപ്പോൾ അവനതിൽ കൂടുതലും ചൈനീസ് ഫുഡ് ഉണ്ടാക്കിയതായിരുന്നു പോസ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അവൻ്റെ അടുത്ത് നിനക്ക് ചൈനീസ് ഫുഡാണ് കൂടുതൽ ഇഷ്ടമെന്ന് ചോദിച്ചപ്പോൾ ഓട്ടോ അങ്ങനെയൊന്നുമില്ല, ഞാനത് ജസ്റ്റ് കുക്കിങ്ങിന് വേണ്ടി പ്രാക്ടീസ് ചെയ്തതെന്ന് പറയാണ്. ആ സമയം സിബ് ഓട്ടോയുടെ ബെഡിൽ ഇരുന്നു കൊണ്ട് തന്നെ അവൻ്റെ ഫോൺ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ആ സമയം ഓട്ടോ എന്നിട്ട് നിൻ്റെ ബെഡിൽ പോകാനായിട്ട് പറയാണ്. അങ്ങനെ സിബ് അവൻ്റെ ബെഡിൽ ചെന്നിരുന്നിട്ട് ക്ലൂവയുടെ പ്രൊഫൈൽ എടുത്ത് നോക്കുന്നുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് ക്ലൂവയാണെങ്കിൽ കുക്കിംഗ് കുറച്ച് എക്സ്പേർട്ട് ആയിട്ടുള്ളൊരു പയ്യനാണ്. പിന്നെ അവന് സ്വന്തമായിട്ടൊരു ഗോൾഡ് ഷോപ്പ് ഒക്കെ ഉണ്ട്. അതിനുശേഷം വാനിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നോക്കുകയാണ്. ഇതേ സമയം വാനിനെ കാണിക്കുമ്പോൾ അവനാണെങ്കിൽ ഉറങ്ങാൻ കിടക്കുന്നുണ്ട്. എന്നാൽ അവന് ഉറക്കാൻ പറ്റുന്നില്ല. കാരണം അവന് വിശന്നിട്ട് ഭയങ്കരമായിട്ട് അവൻ കിടന്ന് എങ്ങനെ ഉറങ്ങും ഇങ്ങനെ ആലോചിച്ച് തിരിഞ്ഞും മറിഞ്ഞൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ വാനിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് സിബ് എടുത്തതും ഓട്ടോ അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് വാന് ഒരു സെലിബ്രിറ്റി അല്ലേ, അവനെന്തിനാ ഒരു ഷെഫ് ആവാനായിട്ട് നിൽക്കുന്നതെന്ന് പറയാണ്. ആ സമയം സിബ് നമ്മുടെ വാൻ്റെ പ്രൊഫൈൽ നോക്കിയിട്ട് അവൻ അത്ര വലിയ സെലിബ്രിറ്റി ഒന്നല്ല, സെലിബ്രിറ്റി ആയിരുന്നെങ്കിൽ അവൻ ടി വിയിൽ വരുമായിരുന്നല്ലോ, അവനാണെങ്കിൽ സെലിബ്രിറ്റി ആണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ഓട്ടോ ആണെങ്കിൽ പിന്നെ അവൻ്റെ പ്രൊഫൈലിൽ കുക്കിങ്ങിനെ കുറിച്ച് ബന്ധപ്പെട്ട ഒരു സാധനം പോലും ഇല്ലല്ലോ, പിന്നെ അവനെന്തിനാ കുക്കിങ് പഠിക്കാൻ വന്നത്, അവൻ ശരിക്കും കുക്കിങ് അറിയാമെന്നുള്ള പോലെയല്ല പെരുമാറുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതേ സമയം വീണ്ടും വാനിനെ കാണിക്കുമ്പോൾ അവനാണെങ്കിൽ വിശന്നിട്ട് ഉറങ്ങ അതിനെ മൈൻഡ് ചെയ്യില്ലെന്നിങ്ങനെ സ്വയം പറഞ്ഞിട്ട് ഉറങ്ങാനായിട്ട് ശ്രമിക്കുകയാണ്. ആ ടൈം അവനൊരു മെസ്സേജ് വരാണ്. അവനിങ്ങനെ ഫോണിൽ നോക്കിയത് മെത്താസായിരുന്നു മെസ്സേജ് അയച്ചത്. മെത്താസ് മെസ്സേജ് അയച്ചിട്ട് നേരെ തന്നെ ആ റെസ്റ്റോറൻറ്റിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നോക്കിയിട്ട് എന്തുമാത്രം എക്സ്പെൻസസ് എന്തുമാത്രം ഇൻകം ഒക്കെ ആ ഒരു ഹോട്ടലിലുണ്ട് എന്ന് നീ കണ്ടുപിടിക്കുക, അവർ എത്രത്തോളം കഷ്ടപ്പാടിലാണ്, എത്രത്തോളം പൈസയാണ് അവർക്ക് വേണ്ടത്, അവരെന്തുമാത്രം ബുദ്ധിമുട്ടിലാണ് നിൽക്കുന്നത് എന്നൊക്കെ എനിക്കറിയണമെന്ന് പറയാണ്. അതിന് ഈ മെസ്സേജ് കണ്ടതും അതൊന്നും നോക്കാതെ ഉടനെ തന്നെ ആ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉള്ള ആ സ്ഥലത്തേക്ക് പോവാണ്. അങ്ങനെ വീട്ടത്ത് പോകുന്ന സമയത്ത് കസേരയൊക്കെ തള്ളിയിടാനൊക്കെ പോകുന്നുണ്ട്. എന്നാൽ എങ്ങനെയൊക്കെയോ സൗണ്ട് ഉണ്ടാക്കാതെ പിടിച്ചിരിക്കുകയാണ്. അതിനുശേഷം അവനിങ്ങനെ ഡോക്യുമെൻറ്റ്സ് നോക്കുന്ന സമയത്ത് പെട്ടെന്ന് ലൈറ്റ് ഓൺ ആവാണ്. ഓബായിരുന്നു ലൈറ്റ് ഇട്ടത്. എന്നിട്ട് ഓബ് അത് ആരാന്ന് ചോദിക്കുകയാണ്. നോക്കിയപ്പോൾ വാനാണെങ്കിൽ അവിടെ നിൽക്കുന്ന കാണുന്നുണ്ട്. നമ്മുടെ വാനും ഓബിനെ കണ്ടിട്ട് ഷോക്കാവുകയാണ്. അങ്ങനെ ഓബ് വാനിൻ്റെ അടുത്ത് നീ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചപ്പോൾ നമ്മുടെ വാനാണെങ്കിൽ കിച്ചണിൻ്റെ തൊട്ടടുത്തായിരുന്നു നിൽപ്പുണ്ടായിരുന്നത്. അവനങ്ങനെ പെട്ടെന്നൊരു കള്ളത്തരം കാണിച്ചിട്ട് എനിക്ക് വിശക്കുമായിരുന്നു, അല്ലെങ്കിൽ ഫുഡ് കഴിക്കാനായിട്ട് വന്നതെന്ന് പറയാണ്. ആ സമയം ഷെഫ് പിന്നെ ഇവിടെ എന്താ ചെയ്യുന്നത് കിച്ചണിലേക്ക് ചെല്ലാനായിട്ട് പറഞ്ഞപ്പോൾ അത് പിന്നെ ഷെഫ് എനിക്ക് അടുക്കള മോശമാക്കാൻ താല്പര്യമില്ലായിരുന്നു, അതുകൊണ്ട് ഇങ്ങനെ ഫുഡ് ഓർഡർ ചെയ്യുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവനാണെങ്കിൽ ഫുഡ് ഓർഡർ ചെയ്തത് കാണിക്കാനായിട്ട് ഇങ്ങനെ ഫോൺ നീട്ടുന്നുണ്ട്. ഓബാണെങ്കിൽ അത് വിശ്വസിച്ച് പോകുമെന്ന് വിചാരിച്ചപ്പോൾ ഓബ് കറക്റ്റ് ഫോൺ വാങ്ങിച്ച് ചെക്ക് ചെയ്യാനായിട്ട് പോവാണ്. ഇവനാണെങ്കിൽ ഓർഡർ ചെയ്തിട്ടുമില്ല, ഇവനാണെങ്കിൽ ഫോൺ തിരിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്ത് ചെയ്യും പെട്ടല്ലോ ദൈവം എന്നിങ്ങനെ പറയുന്ന സമയത്ത് കറക്റ്റ് അങ്ങോട്ടേക്ക് ക്ലൂവ വന്നിട്ട് വാൻ നീ കൊണ്ടാക്കാനായിട്ട് ഫുഡ് നോക്കിയോ ഏതാ കഴിക്കാൻ പോകുന്നത് എന്ന് ചോദിക്കുകയാണ്. ആ സമയം പെട്ടെന്ന് ഇവൻ വന്നതുകൊണ്ട് തന്നെ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് വാൻ ക്ലൂവയുടെ അടുത്ത് വന്നിട്ട് ഞാൻ ഫുഡ് കുക്ക് ചെയ്യുന്നില്ല, ഞാൻ പകരം ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു, നിങ്ങൾക്ക് രണ്ടുപേരിൽ ആർക്കെങ്കിലും ഫുഡ് വേണമെന്ന് നോക്കിയാണ്. ആ സമയം ഷെഫ് എനിക്ക് വേണ്ട കഴിച്ച് കഴിഞ്ഞിട്ട് അടുക്കള ക്ലീൻ ചെയ്തിട്ട് വേണം പോകാനെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് നടന്നു പോവാണ്. ആ സമയം ക്ലൂവയാണെങ്കിൽ നീ എന്താ കഴിക്കാൻ പോകുന്ന റൂമിൽ ഇരുന്നപ്പോൾ നിൻ്റെ വയറ്റിൽ നിന്ന് വിശന്നിട്ട് സൗണ്ട് വരുന്നത് ഞാൻ കേട്ടായിരുന്നു, നിനക്ക് എന്താ കഴിക്കാൻ വേണ്ടേ, നീ ഓർഡർ ചെയ്യാനൊന്നും വേണ്ട, ഞാൻ അതിനെ കൊണ്ടാക്കി തരാമെന്ന് പറയാണ്. അങ്ങനെ അവൻ കിച്ചണിലേക്ക് ചെല്ലാണ്. ആ സമയം അവിടെ നൂഡിൽസിൻ്റെ പാക്കറ്റ് ഇരിക്കുന്ന കണ്ടിട്ട് അതും മതി കഴിക്കാനെന്ന് വാൻ പറയുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ വെജിറ്റബിൾസ് എല്ലാം റെഡിയാക്കാനായിട്ട് വാനിൻ്റെ അടുത്ത് ക്ലൂവ പറഞ്ഞ ശേഷം ക്ലൂവ നൂഡിൽസ് റെഡിയാക്കാണ്. അങ്ങനെ നൂഡിൽസ് റെഡിയാക്കിയ ശേഷം വാൻ അത് കഴിക്കുന്നുണ്ട്. ഭയങ്കര ടേസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ അവൻ സ്പീഡിന് കഴിക്കുകയാണ്. ഈ സമയം ക്ലൂവയാണെങ്കിൽ നേരത്തെ നീ എന്നെ തുറിച്ചൊക്കെ നോക്കിയത് നിനക്ക് എന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണോ അതോ വിശന്നിട്ടിരുന്നിട്ടാണോ, നമുക്ക് ശത്രുക്കളാവുന്നതിന് പകരം ഫ്രണ്ട്സായിട്ടിരുന്നുകൂടെ, ഒരു റെസ്റ്റോറൻറ്റ് നടത്തിക്കൊണ്ട് പോകാൻ ഒരാൾക്ക് ഒറ്റയ്ക്ക് പറ്റില്ല, നമ്മൾ ശത്രുക്കളായിരുന്നിട്ട് ഈ കോമ്പറ്റീഷനിൽ ഞാൻ നിന്നെ ഒരു എനിമിയായിട്ടാണ് കാണുന്നതെന്ന് നീ വിചാരിക്കണമെന്ന് എനിക്കൊരാഗ്രഹമില്ല, നമുക്ക് ഫ്രണ്ട്സ് ആയിക്കൂടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്.
അങ്ങനെ വാൻ ആലോചിച്ചിട്ട് ഓക്കെ നമുക്ക് ഫ്രണ്ട്സ് ആവാം, ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് നീ എനിക്കിപ്പോൾ ഈ ഫുഡ് ഉണ്ടാക്കി തന്നതിൻ്റെ ഒരു താങ്ക് യു പറച്ചിലും കൂടെ ആണെന്ന് നീ കരുതിക്കൊള്ളാനായിട്ട് പറയാണ്. അതിനുശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം ഷെഫാണെങ്കിൽ ഇവർക്കുള്ള ഡ്യൂട്ടി കൊടുക്കുന്നതാണ്. അതായത് അന്നത്തെ ദിവസം അവർ റെസ്റ്റോറൻറ്റിൽ ഓരോ വർക്കും ചെയ്യാൻ പോവുകയാണ്, റിയൽ ആയിട്ടുള്ള വർക്ക്. അങ്ങനെ ഷെഫ് നിങ്ങൾ ഏതൊക്കെ വർക്ക് എടുക്കുന്നു എന്ന് വെച്ചപ്പോൾ ഓരോരുത്തരും കുക്കിങ്, മറ്റേ ഫുഡ് സെർവ് ചെയ്യുന്നത്, അങ്ങനെ ഓരോരോ ജോലി എടുക്കുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് വന്നത് പാത്രങ്ങൾ കഴുകുന്നത് മാത്രമായിരുന്നു. അങ്ങനെ ഷെഫ് ആ ഒരു ജോലി വാനിൻ്റെ അടുത്ത് ചെയ്യാൻ പറയാണ്. കാരണം വാനിന് മുമ്പേ തന്നെ ബാക്കിയുള്ളവർ അവർ ചെയ്യാൻ പോകുന്ന ഡ്യൂട്ടീസ് പെട്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ വാന് ആ ഒരു ഡ്യൂട്ടി ഏറ്റെടുക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഒരു ഡ്യൂട്ടി തുടങ്ങുന്ന സമയത്ത് പെട്ടെന്ന് വാനിൻ്റെ അടുത്ത് ക്ലൂ വന്നിട്ട് നീ നന്നായിട്ട് ചെയ്തോ, നിന്നെ കൊണ്ട് പറ്റും, നീ ചെയ്യുന്നതിനനുസരിച്ച് ഷെഫിന് കൊള്ളാൻ തോന്നിക്കഴിഞ്ഞാൽ പോയിന്റ് വീണുകൊണ്ടിരിക്കും, അതുകൊണ്ട് നന്നായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് പോവാണ്. ഈ സമയം സിബു അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് അതെ നീ പാത്രം കഴിയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. അതായത് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ ഈ ഷെഫ് ഓബാണെങ്കിൽ ഓരോ ഡിഷിനും ഓരോരോ പ്ലേറ്റ്സാണ് യൂസ് ചെയ്യുന്നത്. അതായത് വില കൂടിയ ഓരോ ഡിസൈനർ പ്ലേറ്റ്സ് പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അത് തീരുമാനം നീ ശ്രദ്ധിച്ച് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവനും പോവാണ്. ഈ സമയം ഷെഫാണെങ്കിൽ ഇങ്ങനെ ഇവർ സംസാരിക്കുന്നുണ്ടിട്ട് മിണ്ടാതിട്ട് ജോലി ചെയ്യാനായിട്ടും പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് എല്ലാവരും അവർ വർക്ക് ചെയ്യുന്നതാണ്. റെസ്റ്റോറൻറ്റ് ഇങ്ങനെ കസ്റ്റമേഴ്സ് വരുന്നു പോകുന്നു, വർക്കെല്ലാം ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ കുറേ സമയം കഴിഞ്ഞ് കാണിക്കുമ്പോൾ നമ്മുടെ വാനാണെങ്കിൽ പെട്ടെന്ന് സ്പീഡിന് പാത്രം കഴുകാൻ ശ്രമിക്കുകയാണ്. കാരണം ഓരോ കസ്റ്റമറിൻ്റെ പാത്രങ്ങളും ഇങ്ങനെ വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയം ഷെഫ് വന്നിട്ട് പെട്ടെന്ന് കാശ് ചെയ്യുക, ഇനി ഇങ്ങനെ വച്ചുകൊണ്ടിരിക്കരുത്, ഒരുപാട് കസ്റ്റമേഴ്സ് വരുന്നുണ്ട്, പ്ലേറ്റ് യൂസ് ചെയ്യേണ്ടതാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വാനാണ് ഈ ഷെഫ് പറയുന്നത് കേട്ടിട്ട് സ്പീഡിന് വാഷ് ചെയ്യാണ്. പക്ഷേ പെട്ടെന്ന് അവൻ്റെ കയ്യിൽ നിന്ന് ഒരു പ്ലേറ്റ് താഴെ വീണ് പൊട്ടാണ്. അവനതിങ്ങനെ എടുക്കാൻ ശ്രമിച്ചപ്പോൾ അവൻ്റെ കൈ സൈഡിൽ തട്ടിയിട്ട് ചെറുതായി മുറിയുന്നുണ്ട്. അങ്ങനെ അവനാണെങ്കിൽ പെട്ടെന്ന് ഷെഫിൻ്റെ അടുത്ത് സോറി എന്ന് പറയാൻ വരുന്നതും ഷെഫ് ദേഷ്യത്തിൽ അവൻ്റെ അടുത്ത് ഇറങ്ങിപ്പോകാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം ഷെഫ് ഓബിനെയാണെങ്കിൽ ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് ആ ഷെഫ് എന്നിങ്ങനെ പതുക്കെ വിളിച്ചത് നിന്നോടെല്ലാം ഇറങ്ങിപ്പോകാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോകാനായിട്ട് ഇങ്ങനെ കൈ ചൂണ്ടി കാണിക്കുകയാണ്. അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡിലൂടെ എൻ്റെ ആവാണ്. നെക്സ്റ്റ് എപ്പിസോഡ് ഉടനെ വരുന്നതായിരിക്കും. ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക.